ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ചുണ്ടക്കയുടെ തീയൽ വയ്ക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുണ്ടക്ക, നമ്മുടെ വീട്ടിൽ പിടിച്ച ഫ്രഷ് ചുണ്ടക്കയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മുടെ ഒരു ഇടിയല്ല്, കുഴവിയൊക്കെ ഉള്ള ഒരു ഇടിയല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചുണ്ടക്ക ഇതുപോലെ ഓരോ മണികളായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തുക. ഇതുപോലെ തണ്ട് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് പൊയ്ക്കോളും. ഈ ഒരു ചതഞ്ഞ് വരുന്ന സമയത്ത് നമ്മളതങ്ങ് മാറ്റണം. ഇനി ഈ ചുണ്ടയ്ക്കെല്ലാം ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തല്ലി ചതച്ചെടുത്തുകൊണ്ട് വന്നത്. എല്ലാം നമ്മൾ തല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വട്ടമാണ് കഴുകിയത്. ഇതൊരു 3-4 വട്ടം കഴുകണ്ടേമ്മ. ഒരു 3-4 വട്ടം നമ്മൾ ഇതേ ഇങ്ങനെ വെള്ളത്തിൽ കഴുകിക്കൊണ്ടേയിരിക്കണം. എല്ലാം കഴുകി എടുത്തിട്ട് കാണിക്കാമേ. അപ്പോൾ ഇത് നമ്മുടെ അവസാന വെള്ളമാണ്. അവസാന വെള്ളത്തിൽ നമ്മൾ കഴുകുകയാണ്. ആ വെള്ളത്തിൻ്റെ കളർ കണ്ട നല്ല ക്ലിയറായി മാറിയിട്ടുണ്ട്. ഇത്തരം ഒരു ക്ലിയർ ആകുന്നിടം വരെ നമ്മളത് കഴുകിക്കൊണ്ടേയിരിക്കണം. അതിനകത്തുള്ള സീഡെല്ലാം നമുക്ക് വെളിയിൽ പോയിട്ട് ആ ഒരു തോട് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇതിന് ഭയങ്കര വിറ്റമിനാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു ലുക്ക്. ഇതിൻ്റെ ചുണ്ടക്കയുടെ ഫോം എന്ന് പറയുന്നത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുണ്ടക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് നിങ്ങൾ പൊടിയുപ്പായിരിക്കും, ഇവിടെ ഇത്തിരി പരലുപ്പാണ് നമ്മളിടുന്നത്. പരലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതും വെച്ചിട്ട് നമ്മളിതിനെ നല്ലപോലെ വേവിക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അമ്മ ഒരു 5 വിസിൽ വരെ കേൾപ്പിക്കുന്നുണ്ട്, എന്നാലേ അത് വേവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക് ഇവിടെ ഒരു 5 വിസിൽ വരെ കേട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാനൊന്ന് ചൂടായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കുറച്ച് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സാധാരണ തീയൽ വെക്കുന്നത് പോലെ തേങ്ങ മൂത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. നമ്മൾ ചെറിയ തീയിലാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ തേങ്ങ അവിടെ മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ അത്രയുള്ള പുളി എടുക്കാം. പുളി നമുക്ക് വെള്ളത്തിലോട്ടിടാം. അപ്പോൾ വേറൊരു ചട്ടിക്കകത്തേക്ക് നമ്മൾ കുറച്ച് സവാള, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി, ഇത്രയും നമ്മൾ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്.
നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് ഉള്ളി ഇട്ട് കുറച്ച് കറിവേപ്പില, ഇപ്പം നമ്മൾ കൊച്ചുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ തേങ്ങയും വറുത്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടി, ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തോളണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇതൊന്ന് തണുത്ത് വരുന്നിട്ട് നമുക്കത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാമേ. ഇനി ഇതിലേക്ക് ഉള്ളി വഴണ്ടതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതും ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ക്രഷ് ചെയ്ത് കണ്ടോ, ഒരു കുഴമ്പ് പരുവത്തിനായിട്ട് നമുക്ക് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മളെ വേവിച്ച ചുണ്ടയ്ക്ക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ ഈ ചുണ്ടയ്ക്കങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പം ചുണ്ടയ്ക്ക ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക നമുക്ക്. നന്നായി വരട്ടെ. അപ്പോഴേക്കും നമ്മളിവിടുത്തെ അരപ്പുണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് പുളിവെള്ളം ഒഴിച്ച് അരച്ചെടുത്ത ഈ ഒരു അരപ്പ് നമുക്ക്
ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പെന്ന് പറയുന്നത്. ഈ ഒരു നമ്മുടെ തീയലിൻ്റെ അരപ്പ് പോലെ ഇരിക്കും. നമുക്കത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. കാണുമ്പോൾ ചിലപ്പോൾ ബീൻസ് കറി പോലെയൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ബീൻസ് അല്ല, ഇത് നമ്മുടെ ചുണ്ടയ്ക്ക വറുത്തരച്ച തീയലാണ്. നമുക്കിതൊന്ന് തിളയ്ക്കുന്ന വരെ നടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോൾ ചുണ്ടയ്ക്ക തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇടുമ്പം ടേസ്റ്റ് ഏറെയാണ്. ഇത് നമുക്കൊന്ന് വറ്റിച്ച് കുറുക്കി ഒരു തീയൽ പരുവൊക്കെ ആക്കി എടുക്കാമേ. അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നൊന്ന് കാണാം. വലിയ ചെന്ന് ടേസ്റ്റ് ചെയ്യാണ്. കൊള്ളാം വലിയ സൂപ്പർ എന്ന് പറയാം. ഇതാണ്ട് ചോറും ചീനിയും മീൻകറിയും ചമ്മന്തിയും അതിൻ്റെ കൂടെ നമ്മുടെ വെരി വെരി ടേസ്റ്റി ചുണ്ടയ്ക്ക തീയൽ കഴിച്ച് നോക്കാം. സൂപ്പർ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അടുത്ത വീഡിയോ വരെ ടാ.